ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ മിക്കവരും തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവർ പ്രിപ്പയർ ചെയ്യാറുണ്ട്. സാധാരണ സ്റ്റുഡൻസൊക്കെ ആശ്രയിക്കുന്നത് വേർഡ് മൈക്രോസോഫ്റ്റിൻ്റെ വേർഡാണ്. വേർഡ് ഒരു നല്ല സോഫ്റ്റ്വെയറാണ്. നമുക്ക് അത്യാവശ്യം ഡോക്യുമെൻ്റൊക്കെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ വേർഡ് ഒരുപാട് ഉപകാരപ്രദമാണ്. പക്ഷേ എല്ലാവർക്കും വേർഡിൽ ഡോക്യുമെൻ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിൻ്റ് എടുക്കാൻ വരുമ്പോഴത്തേക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ആദ്യം മുതൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ബേസിക് കുറേ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് തുറക്കുമ്പോൾ സാധാരണ പ്രൊജക്റ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്ന A4 പേപ്പറിലാണ്. ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഡിഫോൾട്ടായിട്ട് ലെറ്റർ സൈസിലായിരിക്കും കിടക്കുന്നത്. നമ്മളത് A4ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ഹോം ഇൻസേർട്ട് പേജ് ലേഔട്ട്, അതിൽ പേജ് ലേഔട്ടിൽ സൈസിൽ A4 സെലക്ട് ചെയ്ത് നമുക്ക് അനുയോജ്യമായ പേജ് സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് A4 പേജിലാണ്. രണ്ടാമത്തെ കാര്യം, യൂണിവേഴ്സിറ്റി സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ചില യൂണിറ്റുകളുണ്ട്. അതായത് മാർജിൻ ലെഫ്റ്റിൽ 25 വേണം, ടോപ്പിൽ 35 വേണം, 35 mm വേണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റി സെൻറ്റിമീറ്ററിൽ പറയും, ചില യൂണിവേഴ്സിറ്റി mm പറയും. അപ്പം നമുക്കിപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി mm കിടക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് mm ആണ്. ഞാനത് സെൻറ്റിമീറ്ററിലോട്ട് ഇപ്പോൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെയിൻ ഓപ്ഷനിൽ പോയിട്ട്, അതായത് ഫയൽ മെയിൻ മെനുവിൽ പോയിട്ട് വേർഡ് ഓപ്ഷൻ, ഈ താഴെ കാണുന്ന വേർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ടാബിൽ പോവുക. നേരെ താഴെ പോകുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും. ഈ സെക്ഷനിൽ ഷോ മെഷർമെൻറ്റ്സ് ഇൻ യൂണിറ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യുക. ഓക്കെ നിൽക്കിയതിന് ശേഷം നമുക്ക് കാണാം യൂണിറ്റ് എല്ലാം സെൻറ്റിമീറ്റർ ആയത്. ഓക്കെ, ഇനി ചില സെൻറ്റിമീറ്റർ വേർഡിൻ്റെ ഡിഫാൾട്ട് ചില സെറ്റിങ്സ് യൂണിറ്റ് എല്ലാം പോയിൻറ്റിലായിരിക്കും കാണുന്നത്. അത് ഈ വേർഡിൽ ഉള്ള ഒരു സ്പെസിഫിക് റീജിയനിൽ മാത്രം വർക്ക് ചെയ്യുന്ന യൂണിറ്റുകളെല്ലാം പോയിൻറ്റിലാണ് വേർഡ് ഓട്ടോമാറ്റിക്കലി അത് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ യൂണിറ്റുകളും സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ കസ്റ്റമായിട്ട് നമ്മൾ ഏത് യൂണിറ്റാണോ തിരഞ്ഞെടുക്കുന്നത് അതിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, മാർജിൻ സെറ്റ് ചെയ്യാനായിട്ട് പേജ് ലേഔട്ടിൽ തന്നെ മാർജിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കസ്റ്റം മാർജിൻസ് തിരഞ്ഞെടുക്കുക. ഇത് തിരഞ്ഞെടുക്കാൻ വേറൊരു എളുപ്പവഴിയും കൂടെയുണ്ട്. ഈ റൂളർ, മേളിൽ കാണുന്ന റൂളർ നമുക്ക് ഈ കോർണറിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും എനേബിൾ ചെയ്യുക. റൂളർ എനേബിൾ ചെയ്തതിന് ശേഷം റൂളറിൻ്റെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താലും പേജ് സെറ്റപ്പിൻ്റെ വിൻഡോ തെളിഞ്ഞു വരും. ഇവിടെ പോയി നമുക്ക് നമ്മുടെ പേജ് സെറ്റപ്പ് തിരഞ്ഞെടുക്കാം. എനിക്കിപ്പോൾ ടോപ്പ് 3.5, ബോട്ടം 3.5, ലെഫ്റ്റ് റൈറ്റ് 2.5, 2.5 പോർട്രേറ്റ് ആണ്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് ഇൻഡൻറ്റ് എന്ന് പറയുന്നത്. ഇൻഡൻറ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ പാരഗ്രാഫ് എന്ന് പറയും. അതായത് ഹോമിൽ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് ലൈൻ സ്പേസിങ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പാരഗ്രാഫ് കിട്ടും. അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ഞെക്കി പാരഗ്രാഫ് സെലക്ട് ചെയ്താലും നമുക്ക് ഇൻഡൻറ്റേഷൻസ് ചെയ്യാൻ പറ്റും. ഇൻഡൻറ്റേഷൻസ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടെക്സ്റ്റ് എവിടെ മുതൽ തുടങ്ങണം എന്ന് നിശ്ചയിക്കുന്നതാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ മൂവ് ചെയ്യുന്നതാണ് ഇൻഡൻറ്റേഷൻ്റെ സിമ്പിൾസ്. നമുക്ക് മാനുവലായിട്ട് എളുപ്പം ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ഇൻഡൻറ്റ് സെറ്റ് ചെയ്യാം. മാർജിൻ കഴിഞ്ഞ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, അതാണ് ഇൻഡൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡൻറ്റേഷന് കുറേ മീനിങ് ഉണ്ട്. ലെഫ്റ്റ് ഇൻഡൻ്റ് ഉണ്ട്, റൈറ്റ് ഇൻഡൻ്റ് ഉണ്ട്, പിന്നെ ഫസ്റ്റ് ലൈൻ ഇൻഡൻ്റ് ഉണ്ട്. നമുക്കിതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പം ഈ ലെഫ്റ്റ് ഇൻഡൻ്റ് 0 ആക്കുന്നു, റൈറ്റ് ഇൻഡൻ്റ് 0 ആക്കുന്നു, ബിഫോർ ഓൾറെഡി 0 ആണ്, ആഫ്റ്റർ ഓൾറെഡി 0 ആക്കുന്നു, 12.0 ആക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മാർജിനൊപ്പം തന്നെ ഇൻഡൻറ്റും പോയി കിടക്കുകയാണ്. അപ്പോൾ 0 ആക്കുമ്പോൾ
ഇൻഡൻറ്റ് മാർജിനൊപ്പം പോയി കിടക്കും. ഇപ്പം ഞാൻ ഈ ഒരു സംഭവം ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇത്തിരി പോയിൻ്റ് കൂട്ടിക്കൊണ്ടുവരിക, കണ്ടില്ലേ, ഇത് മൂവ് ആവുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഇൻഡൻറ്റ് കൊണ്ടുള്ള ഗുണം. അപ്പം മൈനസ് നമുക്ക് വേണമെങ്കിൽ പോകാം, മാർജിൻ കഴിഞ്ഞ് മൈനസിലോട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ്, കുറേ കണ്ടൻറ്റ് ഞാൻ ടൈപ്പ് ചെയ്തു. ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് മാത്രം ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ലൈൻ മാത്രം കുറച്ചല്പം നീങ്ങി തുടങ്ങാം. അപ്പം ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത് അവിടെ ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് ഒന്നും നീക്കാതെ കുറേ സ്പേസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ടാബ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ പ്രോപ്പർ വേ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഇൻഡൻറ്റ് മൂവ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡായിട്ട് ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പം ഇൻഡൻറ്റ് കണ്ടില്ലേ അവിടെ വന്ന് കിടക്കും. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇത് 2 പാരഗ്രാഫാണ്. സ്പേസിങ്, പാരഗ്രാഫിൻ്റെ സ്പേസിങ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ട്. നമ്മൾ ബിഫോർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ പാരഗ്രാഫിൻ്റെയും തുടക്കം സ്പേസ് വന്നുകൊണ്ടിരിക്കും, കണ്ടില്ലേ. ഇനി ആഫ്റ്റർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഓട്ടോ എന്ന് പറയുമ്പോൾ ഡിഫാൾട്ടായിട്ട് വരുന്നതാണ്. ആഫ്റ്റർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ പാരഗ്രാഫിൻ്റെ അവസാനം സ്പേസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് 0 കഴിഞ്ഞ് ഓട്ടോ ഉണ്ട്, ഓട്ടോ സെലക്ട് ചെയ്തിടുവാണെങ്കിൽ എല്ലാ പാരഗ്രാഫിനും ഇങ്ങനെ സ്പേസ് വന്ന് കിടക്കും. ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം. നമുക്കൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ് ഒന്ന് കോപ്പി ചെയ്തിടാം. അപ്പം ഈ ഫസ്റ്റ് പേജ് ഉണ്ടോ, അത് ചാടി പുറത്ത് പോയി കിടക്കുകയാണ്. നമ്മളപ്പോൾ ഓൾറെഡി മാർജിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർജിൻ സെറ്റ് ചെയ്ത് നമുക്കിനി ഒരു ബോർഡർ സെറ്റ് ചെയ്യാം. ബോർഡർ സെറ്റ് ചെയ്യാനായിട്ട് ഈ പേജിൽ വേണ്ടി തന്നെ പേജ് ബോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നണ്ണ് മാറ്റി നമ്മൾ ബോക്സ് ആക്കുക. നമുക്ക് വേറെ പല ഓപ്ഷൻസ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഞാനിപ്പോൾ ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തുനിന്നൊരു സ്റ്റൈല് ഞാൻ സെലക്ട് ചെയ്തു. സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പോയിൻ്റ് 3 സെലക്ട് ചെയ്തിട്ട് ഓൾ ഡോക്യുമെൻ്റ് മാറ്റിയിട്ട് ദിസ് സെക്ഷൻ ഫസ്റ്റ് പേജ് ഓൺലി എന്ന് മാത്രം ആക്കുന്നു. ഓപ്ഷൻസിൽ പോയതിന് ശേഷം നമുക്ക് മാർജിൻസ് മാക്സിമം 31 പോയിൻറ്റ്സ് വരെ നമുക്ക് മാർജിൻസ് കൂട്ടിയിടാം. ഓക്കെ, നമുക്ക് മാക്സിമം കുറച്ചിടുന്നത് 0 ആയിരിക്കാം. ഉണ്ടോ, അപ്പം 0 to 31 വരെ നമുക്ക് ഇടാം. ഇനി എഡ്ജ് ഓഫ് പേജസ് ഉണ്ട്. എഡ്ജ് ഓഫ് പേജസ് എന്ന് പറയുന്നത് അതായത് ഒരു പേജിൻ്റെ എഡ്ജ് മുതലായിരിക്കും 31 പോയിൻറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിടുവാണെങ്കിൽ മാർജിന് ചുറ്റും എവിടെയൊക്കെ എപ്പോഴൊക്കെ നമ്മൾ മാർജിൻ അലൈൻമെൻറ്റ് ചെയ്യുന്നോ അതിനൊപ്പം ബോർഡർ ചേഞ്ച് ആവും. അപ്പോൾ നമുക്കിപ്പം ഈ കേസിൽ എഡ്ജ് ഓഫ് പേജസ് മതി. ഓക്കെ, എഡ്ജ് ഓഫ് പേജസ് വരുമ്പോൾ ഡിഫോൾട്ടിലേക്ക് വീണ്ടും പോകും. അപ്പോൾ നമ്മൾ 31 കൊടുക്കാം, 31. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് ബോർഡർ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊറ്റ പേജിലോട്ട് കുറച്ച് അപ്പുറത്തോട്ട് ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ എൻട്രൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്തോളണം. ഇപ്പം നമ്മൾ ഇതിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ന്യൂ ലൈൻ ഗ്യാപ്പുകളെല്ലാം മാറ്റി. ഇനി നമുക്ക് പ്രോപ്പറായിട്ട് ഗ്യാപ്പ് സെറ്റ് ചെയ്യണം. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ സബ്മിറ്റഡിന് മുമ്പ് നമുക്ക് കുറച്ച് സ്പേസ് വേണം. അപ്പോൾ നമ്മൾ സ്പേസിങ്ങിൽ പോയിട്ട് പേജിലോട്ടിനകത്ത് സ്പേസിങ്ങിൽ പോയിട്ട് നമ്മൾ സ്പേസ് ഇത്തിരി കൂട്ടി കൊടുക്കുന്നു. ഇൻപാർഷ്യൽ ഫുൾഫിൽമെൻറ്റ് അതും കുറച്ച് സ്പേസ് വേണം. ഇല്ല, അതിൻ്റെ സ്പേസ് കുറയ്ക്കാം. നമുക്ക് 100 ഗൈഡൻസ് ഓഫ് സ്പേസ് വേണം. ഓക്കെ, അപ്പം നമുക്ക് സ്പേസ് സെറ്റ് ചെയ്യുന്നത് ഈ സ്പേസിങ്ങിൽ പോയാണ്. അപ്പോൾ എൻ്റർ അടിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത ഓപ്ഷൻ ബ്രേക്സ് എന്ന് പറയും. അതായത് പേജ് ലോട്ടിൽ തന്നെ ബ്രേക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ബ്രേക്സിൽ പേജ് ബ്രേക്സ് ഉണ്ട്, സെക്ഷൻ ബ്രേക്ക് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് പേജ്, സെക്ഷൻ ബ്രേക്കിൽ നെക്സ്റ്റ് പേജ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണം പുതിയൊരു സെക്ഷനായിട്ടുള്ളൊരു പേജായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്.
ചുമ്മാ ഒരു പേജ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ അവിടെ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ സെക്ഷൻ പുതുതായിട്ട് കൊടുക്കുമ്പോൾ ഉള്ള ഗുണങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. നെക്സ്റ്റ് പേജ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പേജ് കൊടുത്ത് കഴിയുമ്പം പുതിയൊരു സെക്ഷനാണ്. അവിടെ പോയി റൈറ്റ് ബട്ടൺ ഞെക്കി നമുക്ക് ഇതിൻ്റെ ബോർഡർ ഒന്ന് മാറ്റണം. ഇതിൻ്റെ ബോർഡറിൽ നമുക്ക് ദിസ് സെക്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക് സാധാരണ ഒരു ഇത് മതി, സ്റ്റൈല്. ഓക്കെ നിൽക്കും. അപ്പം ഈ സെക്ഷൻ മുതലുള്ള ആദ്യത്തെ പേജിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ബോർഡർ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇൻഡൻ്റ് സ്പേസ് ആ കാര്യങ്ങളെപ്പറ്റി പഠിച്ചു. അതായത് പാരഗ്രാഫിൽ പോയാലും നമുക്ക് ഇൻഡൻറ്റേഷൻ ഇവിടെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ തന്നെ പേജ് ലേഔട്ടിലും ഇവിടെയും ഇൻഡൻറ്റേഷൻ ചേഞ്ച് ചെയ്യാം. അതോടൊപ്പം തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്ററും ചേഞ്ച് ചെയ്യാം. പിന്നെ ലൈൻ സ്പേസിങ് നമുക്ക് മിനിമം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് ഈ ലൈൻ സ്പേസിങ് കണ്ടത് നമ്മൾ ഇത് ഇവിടെ കണ്ട സംഭവമാണ്. ഈ ഭാഗത്ത് കണ്ട കാര്യങ്ങളാണ് നേരത്തെ കണ്ടത്. ഇത് അതിൻ്റെ ടെക്സ്റ്റൽ ഫോംസാണ് ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പം ഈ മാർജിൻ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്തത് കാണാൻ പോകുന്നത് ഹെഡർ ആൻഡ് ഫൂട്ടർ എങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി 2 സെക്ഷനായിട്ട് തിരിച്ചേക്കുക. ഫസ്റ്റ് പേജ് ഒരു സെക്ഷനും സെക്കൻഡ് പേജ് മുതൽ മറ്റൊരു സെക്ഷനുമായിട്ടാണ് തിരിച്ചേക്കുന്നത്. അതായത് സെക്ഷൻ തിരിക്കാനായിട്ട് നമ്മൾ പേജ് ലേഔട്ടിനകത്ത് ബ്രേക്സിൽ പോയതിന് ശേഷം നെക്സ്റ്റ് പേജ്, സെക്ഷൻ ബ്രേക്സിനകത്ത് നെക്സ്റ്റ് പേജ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ സെക്ഷൻ നമ്മൾ തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് സാധിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇൻസേർട്ട്, ഹെഡർ ആൻഡ് ഫൂട്ടർ, പേജ് നമ്പർ, പേജ് ബോട്ടം, പേജ് കറൻറ്റ്, ബോട്ടം ഓഫ് പേജ് നമ്മളൊരു നമ്പർ സെലക്ട് ചെയ്യുന്നു. അപ്പം ഓൾറെഡി നമുക്ക് നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഹെഡർ സെക്ഷൻ 2 മേലെ പോയി ഹെഡർ സെക്ഷൻ 1. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ഹെഡർ സെക്ഷൻ 1ൽ പോയിട്ട് ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഫൂട്ടറിൽ നമ്മൾ സെറ്റ് ചെയ്ത നമ്പർ അങ്ങ് പോകും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഹെഡർ സെക്ഷൻ 2ൽ പോയിട്ട് ഞാൻ പ്രൊജക്റ്റ് നെയിം ABCD, ഓൾറെഡി പ്രൊജക്റ്റ് നെയിം ABCD വന്നിട്ടുണ്ട്. പക്ഷേ ഇത് സെക്ഷൻ 1 ആണ്. സെക്ഷൻ 1ൽ ഇത് ഇത്തിരി താഴ്ന്നു കിടക്കണം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത്തിരി മേലോട്ടാക്കി കൊടുക്കാം. ഓക്കെ, ഹെഡർ ഫ്രം ടോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇവിടെ ഹെഡർ ഫ്രം ടോപ്പ് കുറച്ച് ഭംഗിയാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഫൂട്ടർ ഫ്രം ബോട്ടം ഇത്തിരി നമുക്ക് താഴോട്ടാക്കാം. ഓക്കെ, അപ്പം 3, 4 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 3, 4 എല്ലാം സെക്ഷൻ 2ലാണ് കിടക്കുന്നത്. ഇപ്പോൾ സെക്ഷൻ 2ൽ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഈ പേജാണ്. അതായത് പേജ് നമ്പർ 2 ആണ് അതിൻ്റെ സെക്ഷൻ 2ൻ്റെ ഫസ്റ്റ് പേജ്. ഇപ്പോൾ സെക്ഷൻ 2 ആക്റ്റീവ് ആയിട്ടിരിക്കുക. അവിടെ ഞാൻ ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 എന്നുള്ള പേജ് അവിടെ ഹൈഡായിട്ട് കിടക്കും. ഹൈഡല്ല, അതിൻ്റെ 2 എന്നുള്ള അത് അവിടെ വിസിബിൾ ആകത്തില്ല. പക്ഷെ എനിക്ക് ആദ്യത്തെ പേജ് മാത്രം ഫൂട്ടറും വേണ്ട ഹെഡറും വേണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ സെക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ് ആക്റ്റീവ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയണ്ടേ ആ ഒരു ഭാഗത്തെ നമ്പർ മാറി കിട്ടും. ഇപ്പം ചിലപ്പോൾ നമുക്ക് ഇന്നറായിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി പേജ് നമ്പർ ഒരു 5 മുതൽ മതി. സെക്കൻഡ് പേജ് ഒരു 5 മുതൽ മതി. അപ്പോൾ പേജ് നമ്പർ ഓപ്ഷനിൽ പോയി ഫോർമാറ്റ് പേജ് നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് അറ്റ് എന്നുള്ളിടത്ത് 5 കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പം 5 മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ,
അപ്പം അതാണ്. അപ്പോൾ ഏത് സെക്ഷൻ മുതലാണോ 5 വരേണ്ടത് ആ സെക്ഷൻ ആയിരിക്കണം ആക്റ്റീവായിട്ട് കിടക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഭാഗത്തായിരിക്കണം മൗസ് ക്ലിക്ക് ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഫൂട്ടർ ചിലപ്പോൾ കുറച്ച് മുകളിലൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ വന്ന് കിടക്കുമായിരിക്കും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫൂട്ടർ ഫ്രം ബോട്ടം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒപ്പിക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പേജിൽ ഫൂട്ടർ ഇൻവിസിബിളാണ്, ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ചില പേജിൽ വരുന്ന ഒന്നും കൂട്ടത്തിൽ ഇപ്പോൾ 6 എന്നുള്ള പേജ് മറച്ച് വെക്കണമെന്ന് വെച്ചാൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് സെക്ഷൻ ഒന്നും സെറ്റ് ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ നമുക്ക് സെക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, എന്തെങ്കിലും എററോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഇൻസേർട്ടിൽ പോയിട്ടൊരു ഷേപ്സ് എടുക്കുക. ഇൻസേർട്ടിൽ പോയി ഷേപ്സ് എടുത്തതിന് ശേഷം അത് വരച്ച് അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ഔട്ട്ലൈൻ നോ ഔട്ട്ലൈൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 6 എന്നുള്ളത് ഉണ്ടോ. അപ്പോൾ 6 ഓൾറെഡി മറഞ്ഞു. പ്രോജക്റ്റ് നെയിം അവിടെ വേണമെങ്കിൽ പ്രോജക്റ്റ് നെയിമും ഇതുപോലെ തന്നെ മറയ്ക്കുക. ഷേപ്സിൽ പോവുക, ഒരു ഷേപ്പ് എടുക്കുക, പ്രോജക്റ്റ് നെയിം ഇതിലേക്ക് കൊണ്ട് അവിടെ കൊണ്ട് വെക്കുക, എന്നിട്ട് ഔട്ട്ലൈൻ നോ കളറാക്കുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതൊരു എന്താ പറയുക, വേറെ വർക്ക് ചിലപ്പോൾ നമ്മളുടെ ഫൂട്ടറൊന്നും വർക്കാകാൻ പറ്റില്ല, എന്തെങ്കിലും എറർ പെട്ടെന്ന് നമുക്ക് ക്വിക്കായിട്ടൊരു റെസ്പോൺസ് വേണമെങ്കിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം